എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്ക്, വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം, അതായത് എണ്ണയിൽ വറുത്തെടുക്കുന്നൊന്നുമല്ല, ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, ആരോഗ്യത്തിനും കുഴപ്പമില്ല. പക്ഷേ കുറച്ച് മധുരമൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ, ശർക്കര ആണ് ചേർക്കുന്നത്, പിന്നെ ഏത്തപ്പഴം. ഇത്രയൊക്കെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും. ഇത് ചുമന്ന പഴമാണ്, കപ്പപ്പഴം എന്നൊക്കെ ചില സ്ഥലത്ത് പറയും. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയും ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പഴത്തിൽ നിന്ന് ഒരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ റോബസ്റ്റ് പഴം പോലെയൊക്കെ ഇരിക്കും, പക്ഷേ ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണകരമാണ്. അതിൽ നിന്ന് ഒരു പഴം, വലിയ പഴമാണ്, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഈ മിക്സിയിലെ റവയിലേക്ക് ഇട്ട് കൊടുത്തു. അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനിയും ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ആദ്യം ചേർക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ മിക്സിയുടെ സൈഡിൽ കൂടെയൊക്കെ പുറത്തേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് കുറച്ച് ഏലക്കായും കൂടി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായുടെ ഉള്ളിലെ കുരുവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ്, ബേക്കിംഗ് സോഡ. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഈ മാവിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നല്ലതുപോലെ പഴുത്തൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് എടുക്കാനാണ്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര, തേങ്ങ, ഇതൊക്കെ വേണം. ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചെറിയ പീസസ് ആയിട്ട് നേന്ത്രപ്പഴം, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഫുള്ളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ നെയ്യിൽ കിടന്ന് ഇതൊന്ന് നല്ലതുപോലെ സോഫ്റ്റായി വരണം. ഒരു 2 മിനിറ്റോളം അങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ പഴം ഈ നെയ്യൊക്കെ നല്ലതുപോലെ പിടിച്ച് നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടാവും. ഇനിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കിസ്മിസാണ്. അതൊരു കുറച്ച് നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് ചേർത്താൽ മതി. ഇത് ചേർത്തില്ലെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ശർക്കര, പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയാണ്. ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഇത് അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഉരുക്കി അരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ പൊടിച്ചിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴത്തേക്കും ശർക്കര പതുക്കെ ഉരുകിയൊക്കെ വന്നോളും. എന്നിട്ട് ഞാനൊരു 4-5 കാഷ്യൂ നട്ട് കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴം, ശർക്കര, പിന്നെ കാഷ്യൂ നട്ട്, അതുപോലെ തന്നെ കിസ്മിസ്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചിരകിയ തേങ്ങയാണ്, ഒരു 1/4 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഈ പഴം നല്ലതുപോലെ വെന്ത് ഇതിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി, അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണല്ലോ ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് ഒരു ഇഡ്ഡലിയുടെ ഒരു തട്ട് അതിനകത്ത് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ചോറ്റുപാത്രം പോലത്തെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ റവയും പിന്നെ പഴവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നമ്മുടെ ഫില്ലിംഗ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഫില്ലിങ് നമ്മൾ പഴമൊക്കെ
ശർക്കരയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിൻ്റെ മുകളിലൊരു ലെയർ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ മാവിൻ്റെ പകുതി ആദ്യം ഒരു ലെയറായിട്ട്, അതിൻ്റെ മുകളിൽ ഫില്ലിങ്, അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് ഇഡലി പാത്രം അടച്ചു വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും. എങ്കിലും ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇത് എടുക്കുന്നുള്ളൂ. ഇഡ്ഡലി പാത്രം അടച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് പൊക്കി നോക്കിയപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടല്ലേ. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് പുറമേ ഉള്ള ആ മാവിൻ്റെ കവറിങ്ങില്ലേ, അത് നല്ല സോഫ്റ്റാണ്. കാരണം റവയും പഴവുമാണ്. കുറച്ച് നമ്മൾ സോഡാപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്, കുറച്ച് മധുരവും ഉണ്ട് അതിന്. ഇനി ഉള്ളിലത്തെ ഫില്ലിങ്ങും അതുപോലെ തന്നെ നല്ല മധുരമുള്ളതാണ്. ഈ ഈവനിങ് സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.